ഇബ്രാഹിം ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേരുകയാണ്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇപ്പോൾ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിന് രൂപീകരിക്കാനായി സർക്കാർ അത് രൂപീകരിക്കുന്നതിന് പിന്നിലുള്ള കാരണം, അതായത് ഇപ്പോൾ വലിയ തോതിൽ സർക്കാരിന് മേൽ സമ്മർദ്ദം വന്നിരിക്കുകയാണ് കേസെടുത്ത് മുന്നോട്ട് പോകാനായിട്ട്. ഈ പ്രമുഖ നടന്മാർക്കെതിരെ പരാതി വരുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അവർക്കെതിരെ കേസെടുക്കണമെന്ന് പരാതികൾ വരുന്നുണ്ട്. പക്ഷേ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിയമോപദേശമാണ് അറ്റോർണി ജനറലിൽ നിന്നും സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ ഹരീഷ് വാസുദേവൻ? കാരണം ഇപ്പോൾ നിയമവിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്, താങ്കളടക്കമുള്ള നിയമവിദഗ്ധരെല്ലാം ഈ മാധ്യമങ്ങളിലൂടെ പറയുന്നത്, ഇതൊരു പ്രത്യക്ഷത്തിൽ തന്നെ കോഗ്നിസബിൾ ഒഫൻസ് ആണ്, അതുകൊണ്ട് കേസെടുക്കാമെന്നാണ്. പക്ഷേ സർക്കാരിന് ലഭിച്ച നിയമോപദേശം, അറ്റോർണി ജനറലിൽ നിന്ന് ലഭിച്ച നിയമോപദേശം, ഇതൊരു കേസെടുക്കാൻ സാധിക്കില്ല, ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സർക്കാർ അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയിട്ടുണ്ട് എന്ന് ആരോടെങ്കിലും വിശദീകരിച്ചോ എന്ന് എനിക്കറിയില്ല. ഈ അടുത്ത മണിക്കൂറുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ അഡ്വൈസിന്റെ കോപ്പി കാണാൻ താല്പര്യമുണ്ട്. ആരാണ് അഡ്വൈസ് കൊടുത്തത്? അഡ്വക്കേറ്റ് ജനറൽ ആണോ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണോ, ഏതൊക്കെ വിധിന്യായങ്ങളാണ് അദ്ദേഹം പരിശോധിച്ചിട്ടാണ് ഇത് പറഞ്ഞതെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. കാരണം അങ്ങനെ ഒരു നിയമോപദേശം ശരിയല്ല എന്നാണ് എനിക്കറിയാവുന്ന നിയമം. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സർക്കാർ പറയുന്നത് കൊണ്ടായില്ല. അങ്ങനെ ഒരു നിയമോപദേശം ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി കാണാൻ താല്പര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, പോലീസിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങനൊരു ഉപദേശത്തിന്റെ സാങ്കത്യം? അതായത് അന്വേഷിക്കേണ്ട എന്നാണ് നിയമമെങ്കിൽ അന്വേഷിക്കേണ്ടല്ലോ. അപ്പൊ അന്വേഷിക്കാൻ വേണ്ടിയാണല്ലോ പോലീസിനെ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും 2020 ജനുവരി 1 നടക്കേണ്ട ഒരു സംഗതിയാണ് 2024 ഓഗസ്റ്റ് നടന്നിട്ടുള്ളത്. ഇത് 4.5 വർഷം മുമ്പ് ഇങ്ങനൊരു ഉന്നത പോലീസ് സംഘത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കോഗ്നിസബിൾ ഒഫൻസിനെ പറ്റി പഠിച്ച് തുടർ നടപടികൾ നിർദ്ദേശിക്കാനും അല്ലെങ്കിൽ അതിനകത്ത് ആക്ഷൻ എടുക്കാനും നിയോഗിക്കേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല. ഏതായാലും 2024 ഓഗസ്റ്റിലെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കേരള പോലീസിലെ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതിനെ നയിക്കുന്നു എന്നുള്ളതും നിരവധി IPS ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ IG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു സമിതി, ഒരു പോലീസിന്റെ സംഘം തന്നെ ഈ കാര്യം പരിശോധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇത് ഓൺ റെക്കോർഡ് വരും. പോലീസ് സേനയ്ക്ക് ആദ്യമായിട്ട് ഒരു ഉത്തരവാദിത്വം ഈ കാര്യത്തിലുണ്ടാവും. സർക്കാരോ രാഷ്ട്രീയക്കാരോ പറയുന്നതിനപ്പുറം ഈ കാര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ വരാനിരിക്കുന്ന സംഗതികളെ പറ്റിയും ഇതുവരെ പുറത്തു വന്ന സംഗതികളെ പറ്റിയും പരിശോധിച്ച് നിയമപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ബാധ്യത ഉണ്ടാവും. ഇനി അതിനകത്ത് എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രൂപീകരിക്കപ്പെട്ട ഈ കമ്മിറ്റിക്കായിരിക്കും വ്യക്തിപരമായിട്ടും കേരള പോലീസ് സേനയുടെ മറ്റ് നിയമങ്ങൾ അനുസരിച്ചുള്ള ബാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഉത്തരവ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. സർക്കാരിന്റെ പത്രക്കുറിപ്പിന്റെ കോപ്പി ഞാൻ കണ്ടു. ഇപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവർ പരിശോധിച്ച് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ എടുക്കണം എന്നുള്ളതാണ് ഇനിയുള്ള നടപടിക്രമം. ഈ FIR രജിസ്റ്റർ ചെയ്യാതെ എടുക്കുന്ന നടപടികൾ, അതായത് ഇതുപോലെ അന്വേഷണ സംഘങ്ങൾ വരുന്നു, കമ്മിറ്റികൾ വരുന്നു, FIR രജിസ്റ്റർ ചെയ്താലല്ലേ അതിനൊരു നിയമസാധ്യത ഉണ്ടാവൂ? അല്ലാതെ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അന്വേഷണ സംഘങ്ങൾ അതിങ്ങനെ കാലാതീതമായി വർഷങ്ങൾ നീണ്ട അന്വേഷണമായി ഇങ്ങനെ പുരോഗമിക്കുന്നു. മാത്രമല്ല അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് അത് വർഷങ്ങളായി സർക്കാരിന്റെ പെട്ടിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാത്ത എന്ത് നടപടിയും അത് നമുക്ക് എങ്ങനെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റും? ശ്രീ ഹരീഷ് വാസുദേവൻ, കേരള പോലീസിന്റെ നിലയ്ക്ക് തന്നെ പ്രിവെൻഷൻ ഓഫ് ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും ഇതിനകത്ത് നടത്തേണ്ട മറ്റ് നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും, ഇപ്പൊ ഉദാഹരണത്തിന് ക്രിമിനലുകളെ സംബന്ധിച്ചുള്ള അവരുടെ മോഡസ് ഓപ്പറാൻഡിയെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഈ ഇരകൾ പറയുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ കേരള പോലീസിന് അതർവൈസ് തന്നെ ഒരു റെക്കോർഡ് ആവശ്യമാണ്. അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇവരെ എങ്ങനെയാണ് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്തത് എന്നും നാളെ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നും ഇത്തരം പട്ടിക തയ്യാറാക്കി ഇവരെ നിരീക്ഷിക്കുക തുടങ്ങിയ സംഗതികളൊക്കെ പോലീസിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഇത്തരം ഒരു സംഘത്തിന് ചെയ്യാൻ കഴിയും. അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാരിനകത്തുണ്ട്, പോലീസിനകത്തുണ്ട്.
നമുക്ക് നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട ഒരു സ്റ്റേറ്റ് പോലീസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി തന്നെ ഈ കാര്യത്തിൽ നിലവിലുണ്ട്. അതിനകത്ത് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് അത്തരം ഒരു കമ്മിറ്റി ഈ റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യാനുള്ള ആവശ്യം ഉന്നയിക്കാം. ഇത്തരമൊരു പോലീസ് സേനയുടെ ഒരു കമ്മിറ്റി, ഒരു ഉന്നതതല സമിതി നിയോഗിച്ച സ്ഥിതിക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അവർ മനുഷ്യാവകാശം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനുഷ്യാവകാശ കമ്മീഷന് പരിശോധിക്കാം, വിമൻസ് കമ്മീഷൻ ഈ കാര്യം പരിശോധിക്കാം, ഹൈക്കോടതിക്ക് പരിശോധിക്കാം, തുടങ്ങി നമ്മൾ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ ഈ കാര്യം ഏൽപ്പിച്ചാൽ അവരുടെ നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളത് ആദ്യമായിട്ടാണ് നിയമപരമായിട്ട് ഇത്തരം ഒരു പോലീസിനകത്തൊരു സംവിധാനത്തെ ഇത് ചുമതലപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റ് പല ഫോറങ്ങൾക്കും അക്കൗണ്ടബിൾ ആണ്, കോടതിക്ക് അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഇതങ്ങനെ വലിച്ചു നീട്ടാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. എന്നാൽ നിങ്ങൾ ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ FIR ഇട്ട് ഈ കാര്യങ്ങൾ മജിസ്ട്രേറ്റിനെ അറിയിക്കുക എന്നുള്ളത് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ അവർ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.